എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത്. എനിക്ക് ഐഷനും സുഖാട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങളെ സ്കൂളൊക്കെ തുറന്ന് എന്തുണ്ട് വിശേഷം? അപ്പൊ ഫ്രണ്ട്സ് ഐഷന് മൺഡേ സ്കൂൾ തുറന്ന്, എനിക്ക് വെനസ്ഡേ ആട്ടോ സ്കൂൾ തുറക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ് വെനസ്ഡേ നാളാണ്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ, സ്കൂൾ സ്റ്റേഷനറി കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ബാഗ് പാക്കിംഗ് വീഡിയോ ആണെന്ന്. ഐഷുവിന്റെ സ്കൂൾ നേരത്തെ തുറന്നുകൊണ്ടാട്ടോ ഐഷുവിന്റെ ബാഗ് പാക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ കഴിയാത്ത. സ്കൂളിൽ പോണത് ഞാൻ ബാഗൊക്കെ കാണിച്ചു. അപ്പൊ ഫ്രണ്ട്സ് നിങ്ങളെല്ലാരും ഐഷുവിന്റെ പുതിയ വീഡിയോ ഒന്ന് കണ്ടു വിചാരിക്കണം. ഐഷു ഒറ്റക്കാട്ടോ വോയിസ് ഓവർ ഒക്കെ കൊടുത്തല്ലേ? പെന്നും ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ കളിക്കാൻ ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഈ പ്രാവശ്യം 5th ഐഷ ഈ പ്രാവശ്യം UKG കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നാളെ മുതൽ എന്റെ 5th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് എന്റെ ഫ്രണ്ട്സുകളൊക്കെ കണ്ടിട്ട് കുറെ ആയി. ഞാൻ UKG കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഐഷന് എന്റെ സ്കൂളാട്ടോ, സഫീർ സെൻട്രൽ സ്കൂളാണ് ചേർക്കുന്നത് അല്ലേ? അപ്പൊ ഫ്രണ്ട്സ് കുറെ അതിന്റെ ഫ്രണ്ട്സുകളെ കണ്ടിട്ട്, എന്റെ ഫ്രണ്ട്സൊക്കെ ഒരു 2 ആഴ്ച മുന്നേ ഇങ്ങോട്ട് വന്നേനു. നമ്മള് കുറെ കളിച്ച് നല്ല എൻജോയ് ചെയ്തിട്ടോ. പിന്നെ അവരൊക്കെ പോയി പിന്നെ മിസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നാളെ എനിക്ക് എല്ലാരും കാണാട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് നേരെ അപ്പൊ ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സുകളൊക്കെ ക്ലാസ് ഷഫിൾ ചെയ്തിട്ടോ. അപ്പൊ നമ്മളൊക്കെ വേറെ വേറെ ക്ലാസ്സിലായി. നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് കഴിഞ്ഞിട്ട് ഗൈസ് നല്ല സങ്കടമുണ്ട്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് മെഹറീൻ ആട്ടോ. മെഹറീന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഹൈറിനും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഫിൽജും അതേപോലെ ജബുന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പൊ ഹൈറിനും ജബും 5th E, ഞാനും മെഹറിനും 5th D, ഫിൽജ മാത്രം ഒറ്റക്ക് കിട്ടോ 5th C ഫ്രണ്ട്സ്. നല്ല സങ്കടം ഉണ്ട് എനിക്ക്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് വൈകിപ്പിക്കാതെ വേഗം നമ്മളെ ബാക്ക് പാക്കിംഗ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് എന്റെ സ്കൂൾ സ്റ്റേഷനറി. നാളെ ഫ്രണ്ട്സ് നാളെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറെ ബുക്സ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരു റഫ് മാത്രം വെച്ചാൽ മതി കേട്ടോ ബാഗില്. പിന്നെ ഗൈസ് എനിക്ക് നാളെ 12 o'clock വരെ കേട്ടോ സ്കൂള്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഇതില്ലാതെ നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. ഇതായിട്ട് എന്റെ പുതിയ ബാഗ്. കഴിഞ്ഞ പ്രാവശ്യം യൂണിക്കോൺ, ബാർബി, ഡോറൊക്കെ ആയിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പൊ ഞാനൊരു നോർമൽ ബാഗ് വാങ്ങി. ഇതാകുമ്പോ കുറച്ച് സ്പേഷ്യസും ഉണ്ട്. ഞാൻ ഈ പ്രാവശ്യം ഭയങ്കര ഇഷ്ടായി. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഈ പ്രാവശ്യം കിറ്റ് കൈമ പിടിച്ച് കൊണ്ടുപോകുന്നില്ല, ബാഗിലാട്ടെ ഈ പ്രാവശ്യം ലഞ്ചൊക്കെ ഇടുന്നത്. അപ്പൊ ബാഗിലേക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു കിറ്റാട്ടോ ഞാൻ വാങ്ങിയ. ചെറിയൊരു കിറ്റ് ബാഗിലേക്ക് കൊള്ളണമല്ലോ. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ പുതിയൊരു കീ ചെയിൻ ഇവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു കണ്ണിന്റെ നല്ല ഇഷ്ടമായി. നിങ്ങൾ കണ്ടാണോ അങ്ങനെ പേര് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട്സിന്റെ വീടിന്റെ അടുത്തൊരു ഫാൻസ് ഉണ്ട്, അവിടുന്ന് വാങ്ങിയതാട്ടോ. അതൊക്കെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. പിന്നെ എന്റെ ബാഗിന് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നിട്ടോ. അപ്പൊ ഞാൻ അത് വാങ്ങിയതാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത്. എന്റെ ഫ്രണ്ട്സ് എന്റെ ബാഗ് നല്ല മാച്ച് ആട്ടോ, ബ്ലൂ. അപ്പൊ ഫ്രണ്ട്സ് ഈ ബാഗിന് 4 zippers ആണുള്ള. 4 സ്ഥലങ്ങളുണ്ട്. ഒക്കെ നല്ല സ്പേസസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതെന്താ, അതിന്റെ കൂടെ കിട്ടിയൊരു കീ ചെയിൻ ആട്ടെ. ഈ ബാഗിന്റെ കൂടെ ഒരു കീ ചെയിൻ കിട്ടിയതാണ്, ഒരു ഗ്രീൻ കീ ചെയിൻ. ഇത് ഞാൻ ഇതിൽ തന്നെ ഇടാം. ഓരോരോ സംഭവങ്ങള് കാണിച്ചു തരാം. എനിക്ക് ഫാൻസിന്ന് ഒരു ഇങ്ങനെ വലിച്ച് കളിക്കി കീച്ചേൻ തന്നീട്ടോ. കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞ ബുക്സ് ആട്ടോ. നമ്മുടെ പഠനത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഈ ബുക്സ്. അപ്പൊ ഫ്രണ്ട്സ് ഫസ്റ്റ് എന്നതാ ഈ ഒരു ടൈം ടേബിൾ ഷീറ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് സ്കൂളിൽ നിന്ന് ടൈം ടേബിൾ ഒന്നും കിട്ടിയില്ല. അത് നമ്മള് ഗ്രൂപ്പിലിട്ടു കേട്ടോ, സ്കൂൾ ഗ്രൂപ്പിൽ. എൻ്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചത്. ഇനി മാം ടൈം ടേബിൾ ഇടുമ്പോൾ മാത്രമേ എനിക്കൊന്ന്
ഇതിലൊക്കെ എഴുതിയാൽ മതി. ഒക്കെ ഇതൊരു സാധനം. പിന്നെ എൻ്റെ ബുക്സ് ഉണ്ട്. ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ പോലത്തെ എൻ്റെ ഫോട്ടോ ഉള്ള നെയിൽ സ്ലിപ്പ് ആട്ടോ വാങ്ങി. ഇത് നമ്മള് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ബാംഗ്ലൂർ നന്ദി ഹിൽസിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോട്ടിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ബുക്സ് ഒക്കെ ഫുള്ള് കവർ ചെയ്തു കേട്ടോ. ട്രാൻസ്പെറൻറ്റ് ആണ് ഈ പ്രാവശ്യം. കഴിഞ്ഞ കൊല്ലത്തെ ഇത് തന്നെയായിരുന്നു കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ മഴയൊക്കെ ഉള്ളപ്പോൾ എന്തെങ്കിലും നനിയെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ സേഫാണ് നമ്മൾ ബുക്സ്. എന്താ അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഈ പ്രാവശ്യം എത്ര സബ്ജക്റ്റിനമ്മ 11 സബ്ജക്റ്റ് ഉണ്ട് ഫ്രണ്ട്സ്. ഇതൊക്കെ പഠിക്കണം. 5th ആണ് കേട്ടോ ഈ പ്രാവശ്യം. ഫ്രണ്ട്സ്, ഞാൻ സിലബസ് CBSE ആട്ടോ ഫ്രണ്ട്സ്. ഗൈസ്, സെമസ്റ്ററിൻ്റെ ഒക്കെ കട്ടി. ഇത് അത്ര പഠിക്കാനൊന്നുമില്ല. ഈ ഒരു ടേം ബുക്കിൽ തന്നെ 3 സബ്ജക്റ്റ് ഉണ്ട് കേട്ടോ. 4 മാത്സ്, സോഷ്യല്, സയൻസ്, ഇംഗ്ലീഷ്. ഈ 4 സബ്ജക്റ്റും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും എനിക്ക് സോഷ്യലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം എനിക്ക് സോഷ്യലൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്കൂളിൽ 1st സ്റ്റാൻഡേർഡ് മുതലേ ഹിന്ദി പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ. നൈറ്റി, അറബി, ഡ്രോയിങ്, കളർ, അങ്ങനെ കുറേ സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഞാൻ ഈ പ്രാവശ്യം 5th സ്റ്റാൻഡേർഡ് ആണല്ലോ. അപ്പോൾ അതാ എനിക്ക് പെന്നാണ് ഗൈസ് ഈ കൊല്ലം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് പെൻസിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആണ് ഞാൻ സ്കൂളിലൊക്കെ പെന്ന് യൂസ് ചെയ്യുന്നത്. മദ്രസയിൽ നമ്മൾ 3rd മുതൽ പെന്ന് യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കണേ. പക്ഷെ സ്കൂളിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടായിരുന്നു. പിന്നെ കുറച്ച് പേടിയുണ്ട്. അതിൽ കുഴപ്പമില്ല. മദ്രസത്തെ എഴുതിയ എയിമുള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അതാ 2 പെന്ന് വാങ്ങിക്കണേ. ഇത് എഴുതിയിരുമ്മ ടെക്നോട്ടിപ്പോ. ടെക്നോട്ടിപ്പ്. ഇതാണ് എൻ്റെ പപ്പക്കും എനിക്കൊക്കെ ഇഷ്ടമുള്ള പെന്നിട്ട്. ഇതാകുമ്പോൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടും. ഞാൻ മദ്രസിലേക്ക് ഇതേ സെയിം പെന്നാണ് കേട്ടോ യൂസ് ചെയ്യല്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ 2 പെന്നുണ്ട്. പിന്നെ എന്താ ഉള്ളത് ഗൈസ്, പിന്നെ ഞാൻ നാളെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു പെൻസിലും ഇറേസറും ഷാർപ്നറും സ്കെയിലൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, പിന്നെ ഉള്ളത് എൻ്റെ സ്നാക്സ് ബോക്സ് ആട്ടോ. ഓറഞ്ച് സ്നാക്സ് ബോക്സ്. ഫ്രണ്ട്സ്, ഞാൻ ബ്ലൂ സ്നാക്സ് ബോക്സ് നോക്കിയിരുന്നു. പക്ഷെ എനിക്ക് ബ്ലൂ കിട്ടില്ല. അപ്പോൾ പിന്നെ ഓറഞ്ച് ആക്കി. ചെറുത് മതിയല്ലോ, വലുത് വാങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ചെറിയൊരു ഓറഞ്ച് കളറുള്ളൊരു ടിഫിൻ ബോക്സ് വാങ്ങി. ഇത് സ്റ്റീലാട്ടോ. ഉള്ളിൽ പുറത്ത് സ്റ്റീലല്ലേ. എല്ലാവരും പിന്നെ സ്റ്റീലല്ലേ. എൻ്റെ പ്ലാസ്റ്റിക് അല്ലേ കളി. ഫ്രണ്ട്സ്, പിന്നെന്താണ് അമ്മ അല്ലേ. പിന്നെ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വാട്ടർ ബോട്ടിൽ. ഈ പ്രാവശ്യം ഞാൻ വലിയൊരു ബോട്ടിലാട്ടോ വാങ്ങിയത്. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര വലിപ്പുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എൻ്റെ ബാഗിന് സെയിം കളറായിട്ട് ബ്ലൂ വാങ്ങിയതാട്ടോ. എനിക്ക് നാളെ ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ. എനിക്ക് നല്ല സ്പേസ്. അപ്പോൾ ഫ്രണ്ട്സ്, കിറ്റുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, കിറ്റ് ഉണ്ട്. കിറ്റിൻ്റെ ടാഗൊന്നും ഇതാക്കിയില്ല കേട്ടോ. ഇതാ ബാഗിൻ്റെ ടാഗും ഉണ്ട്. അതിൽ അതൊക്കെ ഇനി പറിക്കണം. ഇതാണ് കിറ്റിൻ്റെ. ഇതൊക്കെ ഈ ബാഗിൽ കൊള്ളുന്ന സൈസ് എനിക്ക് വാങ്ങിയതാട്ടോ. ഈ ബാഗിൽ എന്തായാലും കൊള്ളണം. പിന്നെ അതാ ഏഴ് ട്രാൻസ്പെറൻറ്റ് പൗച്ചുണ്ട്. എനിക്ക് പൗച്ചിൻ്റെ ആവശ്യമില്ല ഈ പ്രാവശ്യം ശരിക്കും. പിന്നെ ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പെൻസിലൊക്കെ വെക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പെൻസിൽ യൂസ് ചെയ്യാണ്ടാവല്ലോ. അപ്പോൾ അതാ പെന്ന് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ പ്രാവശ്യം ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട് കേട്ടോ, ജോമെട്രി ബോക്സ് ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിയതുണ്ട് കേട്ടോ. ഒന്നും ആയിട്ടൊന്നുമില്ല, നല്ല സേഫായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ കൊല്ലം കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പിന്നെ ഇതാ ഇവിടെ ഒരു ഷാർപ്നർ ഉണ്ട്, പെൻസിലുണ്ട്, പിന്നെ ഒരു ഇറേസർ ഉണ്ട്, ഒരു എന്തെങ്കിലും സ്കെയിലുണ്ട്. ഇത് ആയിഷുവിൻ്റെതാട്ടോ. പക്ഷെ ഞാൻ ഇതിപ്പോൾ എടുത്ത തൽക്കാലത്തിന്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മളെ ബാക്ക് പാക്കിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്,
ഫ്രണ്ട്സ് നമുക്ക് നമ്മളെ ബാഗ് പാക്ക് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് എന്തിനാ നമ്മൾ ഇത്ര വലിയ ബാഗ് ഉണ്ടോയെന്ന് വെച്ചാൽ ഫസ്റ്റ് പുതിയ ബാഗും പുതിയ ബുക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ രസമാണല്ലോ. പിന്നെ നാളെ ഫുൾ യൂണിഫോം മസ്റ്റ് ആട്ടോ ഫ്രണ്ട്സ്. ചപ്പല് വാങ്ങിക്കണം, ബ്ലാക്ക് സാൻഡിൽസ് വാങ്ങിക്കണം കേട്ടോ പുതിയത്. ഇതാണ് എൻ്റെ ബാഗ് കേട്ടോ, ബ്ലൂ തീമിലാണ്. ഇത് യൂണിഫോമിനനുസരിച്ചും കൂടി വാങ്ങിയതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അപ്പൊ ഗൈസ് ഇന്റത് യൂണിഫോമിന്റെ കളർ യെല്ലോ ആയോണ്ട് എനിക്ക് യെല്ലോ ആണ്. ഒക്കെ സാധനങ്ങൾ എല്ലാം ആണ്, എല്ലാ സാധനങ്ങളും എല്ലാം ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഫസ്റ്റ് ഞാൻ ടൈം ടേബിളിൻ്റെ എടുത്ത് വെക്കുന്നാൽ ചിലപ്പോൾ ടൈം ടേബിൾ തന്നാലോ, അപ്പോൾ എനിക്ക് ഇതിലേക്ക് എഴുതി വെക്കാമല്ലോ. ഓക്കെ, അത് ഫസ്റ്റ് വെച്ച് പിന്നെ എനിക്ക് നാളെ റഫ് മാത്രം കൊണ്ടുപോയാൽ മതി അല്ലേ? റഫ് മാത്രം കൊണ്ടുപോയാൽ മതി. റഫിൽ നിന്ന് എടുക്കാം. റഫാണ് ഗൈസ്. ഈ പ്രാവശ്യം എനിക്ക് നോട്ടൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സെമസ്റ്റർ 1-ൻ്റെ 2-ൻ്റെ ഒക്കെ എനിക്ക് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കണം. അതിനോട് നമുക്ക് വേറെ വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ യൂണിഫോം ഒരു 3 days മുന്നേ കിട്ടിയിട്ടുണ്ട്. യൂണിഫോമൊക്കെ ഞാൻ വേറെ ഇത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റഫ് വെക്കാം, നമുക്ക് വേറെ വെക്കാം. ഒക്കെ ഇതാകണ്ടേ ഇതിൽ ഞാനൊരു റഫ് മാത്രം മതി ഇതിൽ ഫ്രണ്ട്സ്. ഇതിൽ റഫ് മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് ഇത് കുറേ സിമ്പിളുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഇതിലാണ് എൻ്റെ ലഞ്ചും ലഞ്ചിന്ന് സ്നാക്സും വാട്ടർ ബോട്ടിൽ ഇതിലാണ് വെക്കുന്നത്. പിന്നെ ഇതിൽ എൻ്റെ ഒരു റഫും വെച്ചാണ്. പിന്നെ ഫ്രണ്ട്സ് നമുക്ക് ഇതിലേക്ക് നമ്മളെ പൗച്ച് സെറ്റാക്കാം കേട്ടോ. പിന്നെ ഞാൻ വേറെ സെക്ഷനിലാട്ടോ വെക്കുന്നത്. ഇത് നോക്കി ഇതിലുള്ളിലാണ് നമുക്ക് അതിൽ വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മൾ 2 പെന്ന് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ബാക്ക് പാക്കിനാകെ ഈ 2 സാധനം നാളത്തേക്ക് വെക്കാനുള്ളൂ. ഇത് ഞാൻ നാളെ ലഞ്ച് കുക്കുംബർ അങ്ങനെ സ്നാക്സ് കുക്കുംബർ എന്തെങ്കിലാട്ടോ കൊണ്ടുപോവാ. പിന്നെ ഇതാ വാട്ടർ ഇന്ന് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ അമ്മ? രാവിലെ ഒരു ഗൂഗിൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ എല്ലാ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പറഞ്ഞു തന്നിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നാളെ ഇത് ഇതാക്കിയിട്ട് നമുക്ക് ബാഗിലേക്ക് വെക്കാനുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രേ ഉള്ളൂ എൻ്റെ ബാഗ് പാക്കിംഗ് വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളെ ഫസ്റ്റ് ഡേ ഒക്കെ എങ്ങനെ ഉണ്ടായിനോ? എൻ്റെ മിസ്സിൻ്റെ പേരെന്തായിരുന്നു? സബിത അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗൂഗിൾ മീറ്റിന്നു ഞാൻ എൻ്റെ മിസ്സിനൊക്കെ കണ്ടിരുന്നു കേട്ടോ. പാവ മിസ്സാണ്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഫസ്റ്റ് ഡേ ഒക്കെ നിങ്ങൾ അടിച്ച് പൊളിച്ചു. അങ്ങനെ മിസ്സിൻ്റെ പേരൊക്കെ എന്താ ഫ്രണ്ട്സ്? അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ച് പൊട്ടിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈറ്റിൽ ലിങ്ക് അതിൽ കയറി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ കുഞ്ഞ് ബാക്ക് പാക്കിംഗ് വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ, ലവ് യു ഓൾ.